11ാമത് പ്രവാസി ഭാരതീയ ദിനം 2013 ആഘോഷങ്ങൾ ജനുവരി 9, 10, 11 തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. ഓൾ കേരള ഗൾഫ് റിട്ടേണീസ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിലാണ് ആഘോഷങ്ങൾ നടന്നത്. എസ് അഹമ്മദ് രൂപം നൽകിയ സംഘടനയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങൾ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രവാസികാര്യ വകുപ്പ് മന്ത്രി ശ്രീ KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കഷ്ടപ്പെടുന്ന പ്രവാസികളുള്ളത് പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിലാണ്. മറ്റു രാജ്യങ്ങളിലൊക്കെ ആ രാജ്യങ്ങളുടെ ഭരണവ്യവസ്ഥയുടെ ആനുകൂല്യവും പരിരക്ഷയും ലഭിക്കുന്നെങ്കിൽ ഗൾഫിലെ നിയമങ്ങളുടെ കാർക്കശ്യം മൂലം വലിയ പ്രയാസം മലയാളി സമൂഹം അനുഭവിക്കുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യകാല പ്രവാസി വകുപ്പ് മന്ത്രി ശ്രീ MM ഹസനെയും സംഘടനയുടെ സ്ഥാപകനായ പ്രവാസി ബന്ധു എസ് അഹമ്മദിനെയും ആദരിച്ചു. നിങ്ങൾക്ക് ഇവിടെ സൗദി അറേബ്യയിൽ നിന്നുള്ള ആളുകളുണ്ട്, അവർക്കറിയാം. അവിടെ പലതരത്തിലുള്ള പുതിയ പുതിയ സമ്പ്രദായങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ആളുകളെ വിദേശത്ത് നാട്ടിലേക്ക് മടക്കി അയക്കുന്ന ഒരു പ്രക്രിയ തന്നെ വാസ്തവത്തിൽ അവിടെ സ്വദേശിവൽക്കരണത്തിന്റെ ഫലമായി ഉണ്ടാകും. അപ്പൊ യഥാർത്ഥത്തിൽ ഗൾഫ് നാടുകളിൽ നിന്നുള്ള നമ്മുടെ ആളുകളുടെ തിരിച്ചുവരവിന്റെ ശക്തി വർദ്ധിക്കാൻ പോവുകയാണ്. യാതൊരുവിധ മെച്ചവുമില്ലാതെ തിരിച്ചെത്തുന്ന പാവങ്ങളിൽ പാവങ്ങളായ മടങ്ങിയെത്തിയ പ്രവാസികളെ ജനിച്ച നാട്ടിൽ അവരുടെ വേരുകൾ ഭദ്രമായി ഉറപ്പിക്കുന്നതിലേക്ക് വേണ്ടി പുനരധിവാസം നടപ്പിലാക്കുക എന്നതാണ്. മുൻ മന്ത്രി MK പ്രേമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. 3 വർഷത്തിലൊരിക്കൽ മാത്രം കമ്പനിയിൽ നിന്നൊരു ടിക്കറ്റ് ലഭിക്കുമ്പോൾ ആ ടിക്കറ്റുമായി തിരിച്ച് നാട്ടിലെത്താനും നാട്ടിലെത്തിക്കഴിഞ്ഞാൽ 1 മാസക്കാലത്തെ അല്ലെങ്കിൽ 20 ദിവസത്തെ ലീവ് കഴിഞ്ഞ് 3 വർഷത്തിലൊരിക്കൽ കുടുംബാംഗങ്ങളെയും ഭാര്യയെയും മക്കളെയും ഒക്കെ കണ്ട് തിരിച്ചു പോകുമ്പോൾ പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും യാത്രാ രംഗത്ത് പ്രത്യേകിച്ചും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ദേശീയ കാരിയർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന രൂക്ഷമായ പ്രതികരണം അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ സത്യത്തിൽ കേരള സമൂഹത്തെ ആകെ തന്നെ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഉയർത്തിയിട്ടുള്ളതാണ്. അത് പരിഹരിക്കുക എന്നുള്ളതാണ് പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സംഘടനയുടെ ആദ്യകാല പ്രവർത്തകരെ ആദരിക്കുകയും മംഗളപത്രം സമർപ്പിക്കുകയും ചെയ്തു.